ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂട്യൂട്ടർ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് റീകോൾ ചെയ്തതിന് ശേഷം നമുക്ക് പുതിയ സെക്ഷനിലോട്ട് കടക്കാം. യൂറോപ്യൻസ് ഇന്ത്യയിൽ വന്ന് ട്രേഡ് നടത്താനും ഇവിടെ അവരുടെ അധികാരം സ്ഥാപിക്കാനും ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ആദ്യം ചെയ്തത് ഇന്ത്യയെക്കുറിച്ച് അവർ പഠിച്ചു. അങ്ങനെ ഇന്ത്യയെക്കുറിച്ച് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ഇന്ത്യ ഒരു റിച്ച് കൾച്ചറും അതുപോലെ ധാരാളം ഭാഷകളൊക്കെയുള്ള ഒരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ പോലുള്ള ഒരു കൺട്രിക്ക് അവർക്ക് നേരിട്ട് ഇന്ത്യയിലോട്ട് വന്ന് അവരുടെ അധികാരം സ്ഥാപിക്കാനോ അല്ലാതെ അതുപോലെ ട്രേഡ് നടത്താനോ ഒന്നും സാധിക്കില്ല എന്നവർക്ക് മനസ്സിലായി. അങ്ങനെ ഒരു ഡിസ്കഷൻ യൂറോപ്പിൽ നടന്നിരുന്ന കാലത്ത് യൂറോപ്യൻസിൻ്റെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് മാക്യുലെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വന്ന ഒരു കാര്യമാണ് ഇന്ത്യൻസിനെ നമ്മളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻസിൻ്റെ ലാംഗ്വേജും കൾച്ചേഴ്സൊക്കെ ഒന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ അത് വർക്കൗട്ടാവും. അങ്ങനെ അദ്ദേഹം യൂറോപ്യൻസിൻ്റെ ഹെഡ്സിനോടൊക്കെ അതൊന്ന് ഡിസ്കസ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ ഒന്ന് പറയുകയാണ് ചെയ്യുന്നത്. പിന്നീടാണ് അത് ഒരു ഡിസിഷനായിട്ട് അവർ കണക്കാക്കുന്നത്. അങ്ങനെയാണ് അവർ യൂറോപ്യൻസ് ഇന്ത്യയിലോട്ട് വരികയും അതിനുശേഷം അവരുടെ ലാംഗ്വേജും അവരുടെ കൾച്ചറും ഇന്ത്യൻസിനെ പഠിപ്പിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഒന്നും യൂറോപ്യൻസ് തിരഞ്ഞെടുത്ത് പഠിപ്പിക്കുന്നില്ല. അവർ കുറച്ച് പേരെ മാത്രം, ഇന്ത്യയിൽ കുറച്ച് പേരെ മാത്രം തിരഞ്ഞെടുത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അവരുടെ ലാംഗ്വേജും കൾച്ചറും. അങ്ങനെ പഠിപ്പിച്ച വ്യക്തികളാണ് ഈ മിഡിൽ മെൻ എന്ന് പറയുന്നത്. ഈ മിഡിൽ മെന്നാണ് പിന്നീട് യൂറോപ്യൻസിൻ്റെ ലാംഗ്വേജൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തികൾ. മീൻസ് അവർ ലിറ്ററേച്ചേഴ്സൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്ന വ്യക്തികളായിരുന്നു ഈ മിഡിൽ മെൻ. ഓക്കെ. ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ എന്ന ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞത്. ഇൻട്രൊഡക്ഷൻ ഭാഗമായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഇനി ഇതിൻ്റെ തന്നെ സെക്കൻഡ് പോർഷനാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ കാണിച്ചിരുന്ന അതേ ഭാഗങ്ങൾ തന്നെ 4 ഫേസസ് ആയിട്ട് 4 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ പല വർഷങ്ങളിൽ നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ വർഷങ്ങൾ തിരിച്ച് ചാപ്റ്ററിൽ 4 ഫേസസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുൻപ് ഇൻട്രൊഡക്ഷൻ പാർട്ട് 1 കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദയവ് ചെയ്ത് കമൻറ്റിൽ നിങ്ങളുടെ വ്യൂസ് എല്ലാം അഭിപ്രായങ്ങളും അറിയിക്കുക. ഫേസ് 1 1800 to 1857. In the early 19th century, India was under the increasing of British control. An attempt was made that a set of people were given respect and educated. They could read and write, so they were loyal to the Britishers. The foreigners wanted them to act as middlemen, so they educated the Indians. This was the ideology of Macaulay. The middlemen were educated upper men who were used for interacting between these Europeans and natives. The middlemen who were Indians stayed happily under the control of Britishers because they got education, power and wealth from foreigners. Through this, the dream of foreigners had come true. ബ്രിട്ടീഷേഴ്സിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഇന്ത്യയിൽ വരികയും ഇവിടെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുക എന്നത്. ഇത് സാക്ഷാത്കരിച്ചത് 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. ഇന്ത്യയുടെ മേലെ എളുപ്പം അധികാരം സ്ഥാപിക്കാനായിട്ട് പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായിരുന്നു, യൂറോപ്യൻസിന് മനസ്സിലായിരുന്നു. അങ്ങനെ മാക്യുലെ അവരുടെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള വ്യക്തി ഫോറിൻ ലാംഗ്വേജസും കൾച്ചേഴ്സൊക്കെ ഇന്ത്യൻ ജനങ്ങളെ പഠിപ്പിക്കുക എന്ന ആശയമായിട്ട് മുന്നോട്ട് വരികയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ചിന്ത പ്രാബല്യത്തിൽ വന്നതോടെയാണ് യൂറോപ്യൻസ് ഇന്ത്യയിലെ കുറച്ച് വ്യക്തികളൊക്കെ തിരഞ്ഞെടുക്കുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും ചെയ്തത്. ആ വ്യക്തികളെയാണ് മിഡിൽമെൻ എന്ന് വിളിച്ചിരുന്നത്. കാരണം അവർ ഇന്ത്യയുടെയും യൂറോപ്യൻസിൻ്റെ ഇടയിൽ നിന്നിട്ടൊരു മീഡിയേറ്ററായിട്ടായിരുന്നു പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു.
മറ്റുള്ള ഇന്ത്യൻസിൻ്റെ മേലെ ഈ മിഡിൽ മെനിന് ഒരു പദവി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ യൂറോപ്യൻസിനെ ബഹുമാനിക്കുകയും അവരുടെ ലിറ്ററേച്ചേഴ്സൊക്കെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. ഫേസ് 2 1857 to 1880. During that era, English had a productive period in Britain. They were highly rising into a superior power. There were number of revolutionary industrials. Napoleon Wars had taken place. In the battle, Napoleon defeated. Waterloo won the battle. Then the Romantic era to Victorian era had taken place. There were major authors like Wordsworth, Shelley, etc. They had opportunities to write in Britain. It all taken place in Britain while India was facing the phase 2 of English in India. So the Britain was rising into superpower. Napoleon was defeated, Romantic era, modernity was adopted, power of colonialism was increasing. English started making changes in our country. Especially it affected the ideas and value systems of Indians. During this time, there were also Indian authors and literatures, but they were actually neglected. For example, Urdu Ghazal, style, language and structure was adopted from foreigners. We set foreigners as our example. This was done by the Indian authors. A number of visionaries in the second half of the 19th century took the courageous step of combining English with Indian languages in colleges and universities. Two institutions that were brought into being and subsequently flourished remarkably were known as the Anglo-Arabic and Anglo-Vedic institutions. രണ്ടാം ഫേസ് എന്ന് പറയുന്നത് 1857 മുതൽ 1880 വരെയുള്ള കാലഘട്ടമാണ്. ഇന്ത്യൻസ് യൂറോപ്പിലുണ്ടായിരുന്ന ഈ കാലഘട്ടത്തിൽ ബ്രിട്ടനിൽ ഒരു സുവർണ കാലഘട്ടമാണ് ഉണ്ടായിരുന്നത്. അവരുടെ സുപ്പീരിയർ പവർ കൂടി വരുന്നു, വ്യവസായത്തിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ നെപ്പോളിയൻസ് യുദ്ധം, അത് എടുത്തു പറയാനുള്ളൊരു കാര്യമാണ്. നെപ്പോളിയൻ യുദ്ധത്തിൽ നെപ്പോളിയൻസ് തോൽക്കുകയും വാട്ടർലൂ യുദ്ധത്തിൽ ജയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ബ്രിട്ടനിൽ റൊമാൻറ്റിക് പീരീഡിൽ നിന്നും വിക്ടോറിയൻ പീരീഡ് ഉണ്ടാകുന്നുണ്ട്. ഈ സമയത്ത് ധാരാളം ഓതേഴ്സ് അവരുടെ കഴിവുകൾക്ക് അവസരം ലഭിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ വേർഡ്സ്വർത്ത്, ഷെല്ലി അങ്ങനെയുള്ള വലിയ വലിയ ഓതേഴ്സിൻ്റെ ഉദ്ഭവം ഈ കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നത് ബ്രിട്ടനിലാണ് എന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. ഇന്ത്യൻസ് ഇവിടെ എന്താ ചെയ്യുന്നത്, യൂറോപ്യൻസിൻ്റെ കൺട്രോളിലായിരിക്കുന്നതും ഈ സമയത്താണ്. അതും ഇവരെ സംബന്ധിച്ച്, യൂറോപ്യനെ സംബന്ധിച്ച് ഒരു വലിയ വിജയത്തിൻ്റെ കാലഘട്ടം തന്നെയാണ്. അപ്പോൾ പോയിന്റ്സുകൾ അതൊക്കെയായിരുന്നു. നെപ്പോളിയൻ വാർസ്, അതിൽ ബ്രിട്ടൻ ജയിക്കുന്നുണ്ട്. റൊമാൻറ്റിക് ഇരയിൽ നിന്നും വിക്ടോറിയൻ പീരീഡ്സിലേക്ക് മാറ്റം സംഭവിക്കുന്നത്. അതുപോലെ ബ്രിട്ടനിൽ അവർക്ക് മോഡേണിറ്റി അവർ അഡോപ്റ്റ് ചെയ്യുന്ന സമയമാണ്. പിന്നെ ഓവറോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ യൂറോപ്യൻസിൻ്റെ പവർ ഇൻക്രീസ് ആകുന്ന ഒരു സമയമാണ്. ഇനി ഇന്ത്യയിലും ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കൊളോണിയൽ മാസ്റ്റേഴ്സ് മുഖേന ഇവിടെ നടന്നിരുന്ന മാറ്റങ്ങളായിരുന്നു അതൊക്കെ. അതിലെടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത് കുറേ സൂപ്പർസ്റ്റിഷ്യൻസും എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ധവിശ്വാസങ്ങളിലൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് സതി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. പക്ഷേ ഇതിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് വരുന്നത് യൂറോപ്യൻസ് ഇന്ത്യയിൽ കാലുകുത്തിയതോടെയാണ്. ധാരാളം ഇന്ത്യൻ ഓതേഴ്സ് ഇവിടെ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഇവർക്ക് അവസരം ലഭിച്ചിരുന്നെങ്കിലും യൂറോപ്യൻസ് അവരുടെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് ഇന്ത്യൻസിൻ്റെ ലിറ്ററേച്ചേഴ്സ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് തയ്യാറായിരുന്നത്. അതിനായിരുന്നു ഇന്ത്യൻ ഓതേഴ്സിനെ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഉറുദു ഗസൽ പോലെയുള്ള കുറേ നല്ല വർക്കുകളൊക്കെ നെഗ്ലക്റ്റ് ആയി പോയിട്ടുണ്ട്.
ബ്രിട്ടീഷേഴ്സിൻ്റെ സുപ്പീരിയേഴ്സ് ഉണ്ടല്ലോ, അവർ സുപ്പീരിയേഴ്സും ഇന്ത്യൻസ് ഇൻഫീരിയേഴ്സും ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റൈലും ലാംഗ്വേജും സ്ട്രക്ചേഴ്സും ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ രൂപം പ്രാപിക്കാൻ തുടങ്ങി. ചുരുക്കി പറയുകയാണെങ്കിൽ യൂറോപ്യൻസിനെ നമ്മുടെ മോഡൽസാക്കി അവരെ പ്രതിഷ്ഠിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. നമ്മൾ അവരുടെ രീതികളൊക്കെ കണ്ട് അവരെ പോലെ ആവാൻ ശ്രമിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇതൊക്കെ ശരിക്കും ഇന്ത്യൻ ഓതേഴ്സിൻ്റെ അവരുടെ കൈകളിൽ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നിരുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടമായപ്പോൾ ഇന്ത്യയിൽ ചില വ്യക്തികൾക്ക് ഇതൊക്കെ മനസ്സിലാവുകയും ഇതിന് ധൈര്യപൂർവ്വം അവർ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഇന്ത്യൻ ലാംഗ്വേജും ഇംഗ്ലീഷും തമ്മിൽ കമ്പൈൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ തുടങ്ങിയ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ആംഗ്ലോ അറബിക് ആൻഡ് ആംഗ്ലോ വേദിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫേസ് 3 1880 to 1947. This period was definitely important for the Indians. Why? Because it was a time of independence struggle. Here, the great Indian leaders understood the strategy of foreigners. So they took courage and decided that to cite the alien language and given importance to the regional languages. Whatever may be the language, Hindi, Marathi, Malayalam, Bangla, it had its own heritage and culture, maybe equal to foreigners or above that. Macaulay's dream of creating middle class in India that would fight English battles and act as a buffer between the administration and the common masses took, it appears, a reverse turn in the nationalist phase in our society. So-called colonial masters were clearly margined by Indians. India's languages and literatures that were given importance. Regional languages were promoted, especially Bankim Chandra Chatterjee is to be highly highlighted here. Though he was written first novel in English, but he started to write in Bengali, the regional language. Since then, he had never written in English. The writings of Tagore, Sharat Chandra, Nanak Singh, Sadat Hasan Mando, and many Gujarati or Marathi writers combined this with the sweep and wide appeal of giants in poetry such as Iqbal, Subramanian Bharati, Faiz and Nirala. There were 2 sets of people. One set were firmly against using colonial language. They stopped using English and supported regional language. But other set of people who used colonial language and wrote against colonial people. ഇന്ത്യൻസിന് മറക്കാനാവാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാലഘട്ടമാണ് 1880 മുതൽ 1947 വരെ. എന്താ കാരണം? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ സമയമാണത്. ഈ സമയത്തിലാണ് ഇന്ത്യൻസിന് കൂടുതലായിട്ടും ഫോറിനേഴ്സിൻ്റെ പൊളിറ്റിക്കലും അതുപോലെ എക്കണോമിക്കൊക്കെ ആയിട്ടുള്ള അജണ്ടകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അതിനെതിരെ ധൈര്യപൂർവ്വം ഫൈറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഇന്ത്യൻ ലീഡേഴ്സ് തയ്യാറായി. അത്രയും നാൾ നമുക്ക് കിട്ടിയ ഒരു നിധിയായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് അവർ സൈഡാക്കി മാറ്റിവെച്ച് റീജിയണൽ ലാംഗ്വേജസിന് ഇമ്പോർട്ടൻ്റ് നൽകാൻ തുടങ്ങി. നമ്മുടെ ഭാഷകൾക്ക് അതിൻ്റേതായ ഒരു മഹത്വമുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഈ ലീഡേഴ്സ് മറ്റുള്ള ഇന്ത്യൻസിനൊക്കെ പകർന്നു നൽകാനായിട്ട് ധൈര്യം കാണിച്ച ഒരു കാലഘട്ടമാണിത്. മാക്കുലയുടെ സ്വപ്നം എന്ന് പറയുന്നത് ഇന്ത്യൻസിനെ കരുവാക്കിയിട്ട് നമുക്കിടയിൽ കുറച്ച് ജനങ്ങളെ ഉപയോഗിച്ച് തന്നെ ഇന്ത്യൻസിനെ ലൂട്ട് ചെയ്യുക, അതൊക്കെയായിരുന്നു മാക്കുലയുടെ ഒരു ചിന്ത. പക്ഷെ അവർക്ക് തെറ്റി.
കുറച്ച് വർഷങ്ങളൊക്കെ ഇന്ത്യൻസിനെ അവരുടെ കീഴിൽ വെക്കാനായിട്ടും അവർ പറയുന്നതൊക്കെ കേട്ട് നിൽക്കാനൊക്കെ സാധിച്ചു. പക്ഷെ അവരുടെ കയ്യിൽ നിന്നും എഡ്യൂക്കേഷനും ഈ മോഡേൺ സിസ്റ്റംസും ഒക്കെ ഇന്ത്യൻസ് പഠിച്ചെടുത്തതിന് ശേഷം അവർക്കെതിരെ തന്നെ തിരിച്ചടിയായി അത് മാറുകയായിരുന്നു. ഇനി യൂറോപ്യൻസ് അവരെ തന്നെ വിളിച്ചിരുന്ന ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഒരു വേർഡാണ് കൊളോണിയൽ മാസ്റ്റേഴ്സ്. ഇത് ബ്രിട്ടീഷേഴ്സ് അവരെ തന്നെ എന്താ പറയുക വിളിച്ചിരുന്ന ഒരു ഒരു പദമാണ് കൊളോണിയൽ മാസ്റ്റേഴ്സ് എന്നുള്ളത്. ഈ പദത്തെ ഇന്ത്യൻസ് അവഗണിക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഭാഷകളും സാഹിത്യത്തിനും പിന്നീട് പ്രാധാന്യം നൽകി ഇന്ത്യൻസ് മുന്നോട്ട് പോയി. ഇവിടെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അദ്ദേഹം ആദ്യം ഇംഗ്ലീഷിലാണ് ഒരു നോവൽ എഴുതിയിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം ബംഗാളിലോട്ട് എഴുതാൻ തുടങ്ങി. മീൻസ് റീജിയണൽ ലാംഗ്വേജിൽ എഴുതാൻ തുടങ്ങി. പിന്നെ ഒരിക്കലും തന്നെ അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതിന് കാരണം നമുക്ക് മനസ്സിലായി, അദ്ദേഹത്തിന് മനസ്സിലായി എന്ത് അജണ്ടയാണ് ഇംഗ്ലീഷേഴ്സിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിൻ്റെ മൈൻഡിലുള്ളത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. ഇതുപോലെ ഇദ്ദേഹം മാത്രമല്ല, ധാരാളം പോയറ്റ്സ് ബ്രിട്ടീഷേഴ്സിനെ മാർജിൻ ചെയ്ത് മീൻസ് അവർ സൈഡാക്കി റീജിയണൽ ലാംഗ്വേജസിനെ സപ്പോർട്ട് ചെയ്ത് എഴുതാൻ തുടങ്ങി. ഇവിടെ ഓർത്ത് വയ്ക്കേണ്ട ചില പേരുകളുണ്ട്. നമുക്ക് പരിചയമുള്ളതൊക്കെ ആയിരിക്കാം എങ്കിലും ഇപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള ടാഗോർ, പ്രേംചന്ദ്, അങ്ങനെ കുറച്ച് ഗുജറാത്തി മറാത്തി റൈറ്റേഴ്സിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കണം. ഇവിടെ 2 വിഭാഗം ആളുകളെയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു വിഭാഗം ആൾക്കാർ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഉപയോഗിക്കില്ല എന്നവർ ഒരു പ്രതിജ്ഞ ചെയ്യാണ്. പിന്നെ ഒരിക്കലും അവർ ഇംഗ്ലീഷ് ഉപയോഗിച്ച് ഒരു ലിറ്ററേച്ചേഴ്സോ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. അവർ റീജിയണൽ ലാംഗ്വേജസ് മാത്രമായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വേറെ മറ്റൊരു വിഭാഗം ആൾക്കാർ അവർ ഇംഗ്ലീഷിൽ തന്നെ കണ്ടിന്യൂസ്ലി, ഇന്ത്യൻസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, അവർ ഇംഗ്ലീഷിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ തുടങ്ങി. പക്ഷെ അവരെഴുതിയത് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അവരുടെ കോളനൈസേഴ്സിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിന് എതിരെയാണ്, മീൻസ് അവർക്കെതിരെയാണ് അവരുടെ ലാംഗ്വേജിൽ തന്നെ എഴുതാൻ തുടങ്ങിയത്. ഫേസ് 4 1947 to 2004. It was a time where people began adopting English as official language. During the nationalists, the Indians promoted regional language and literatures, but that zeal was slowed down. English language became a part and parcel of our lives. Especially people considered the English language was spoken by the privileged people. English has become a prestige issue in the society. Since post-independence, the spoken English institutes have started. Its growth is like mushrooms. The great literary leaders have started writing in English very creatively. Indians have adopted the English language from the colonial masters since 19th century. 1947 മുതൽ 2004 വരെയുള്ള കാലഘട്ടം ടോട്ടലി സൊസൈറ്റിയിൽ ഒത്തിരി മാറ്റങ്ങൾ വന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ മോഡേണിറ്റിയാണ് ഇന്ത്യ സ്വീകരിച്ച സമയമായിരുന്നത്. ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഭാഷയായിട്ടാണ് ഇപ്പോൾ കരുതുന്നത്. ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് മാറി. ഇന്ത്യൻസ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ ഇന്ത്യൻസ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിനെ. ഈ സമയങ്ങളിൽ റീജിയണൽ ലാംഗ്വേജിൻ്റെ പ്രസക്തി ശരിക്കും കുറഞ്ഞു വരികയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് സമൂഹത്തിൽ മാറിക്കഴിഞ്ഞിരുന്ന ഒരു സമയം കൂടിയാണ്. 19ാം നൂറ്റാണ്ട് മുതൽ ധാരാളം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസും കോളേജസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. നമുക്ക് വേറെ ഒരു എക്സാമ്പിൾസിൻ്റെയും ആവശ്യമില്ല. കാരണം നമ്മൾ ഓരോരുത്തരും തന്നെ MEG സ്റ്റുഡൻസാണ്. MA in English. We give importance to colonial language rather than regional language. അതുകൊണ്ടാണല്ലോ നമ്മൾ മലയാളം MA എടുക്കാതെ ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്തത്. 19ാം നൂറ്റാണ്ട് മുതൽ
ഇന്ന് വരെ നമ്മുടെ ഇന്ത്യൻസ് എന്താ പറയുക, ഇന്ത്യൻസ് have changed into modernity by using the colonial language, so called English. ഇവിടെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് ലെസൺ നമ്മൾ ഇതോടുകൂടി തീരുകയാണ്. ഹോപ്പ് യു മൈറ്റ് അണ്ടർസ്റ്റുഡ് ദ സെക്ഷൻ. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ലെസൻ്റെ രണ്ടാമത്തെ വീഡിയോ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ സപ്പോർട്ട്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു സ്ട്രെങ്ത്. സോ താങ്ക് യു and we'll meet you soon with the next video. Take care and goodbye.